യെസ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിട്ടാണ്. നമ്മുടെ 12ാമത്തെ പാഠമായ ട്രപ്പീസിയം ലംബകങ്ങൾ എന്ന് പറയുന്ന പാഠമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രൂഫ് ക്വസ്റ്റ്യൻ, പ്രോബ്ലം ക്വസ്റ്റ്യൻ എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രൂഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ അല്ലേ? ആൻഡ് വരക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു ക്ലാസ് അശ്വതി മിസ് അടുത്ത് തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ ചാപ്റ്ററിലേക്ക് പോകാം. അറിയാം എന്താണ് ട്രപ്പീസിയം എന്നുള്ളത്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ വാട്ട് യു മീൻ ബൈ ക്വാഡ്രിലാറ്ററൽ? ട്രപ്പീസിയം പഠിക്കുന്നതിന് മുൻപ് എന്താണ് ചതുർഭുജം അഥവാ ക്വാഡ്രിലാറ്ററൽ? 4 വശങ്ങളും 4 കോണുകളും അല്ലെ, 4 സൈഡ്സും 4 ആംഗിൾസും വരുന്ന ഏതൊരു ഫിഗറിനെയും നമ്മൾ എന്താ പറയാ? ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം എന്ന് പറയുന്നു. ഓക്കെ, ഈ ചതുർഭുജം എങ്ങനെയാണ് സ്ക്വയറും റെക്റ്റാങ്കിൾ, പാരലലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം എല്ലാം ആവുന്നത്? അവർക്ക് എല്ലാവർക്കും ഓരോ പ്രത്യേകതകൾ വരുമ്പോൾ അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കാം, ഒരു സമചതുരം എടുക്കാൻ അല്ലെ, സ്ക്വയർ. അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്, ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം ഇവന് 4 വശങ്ങളും 4 കോണുകളും ഉണ്ട് അല്ലെ, 4 സൈഡ്സ് ആൻഡ് 4 ആംഗിൾസ് ഉണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എങ്ങനെയാണ് ഈ സ്ക്വയർ സമചതുരം എന്ന് പേരിട്ട് വിളിക്കുന്നത്? അവന് പ്രത്യേകതകളുണ്ട് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ. എതിർവശങ്ങൾ സമാന്തരമാണ്, സമാന്തര വരകളാണ് അല്ലെങ്കിൽ സമാന്തര വശങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ വശങ്ങളും തുല്യവുമാണ്. കൂടാതെ എല്ലാ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ 4 സൈഡും 4 കോണുകൾ അല്ലെ, 4 ആംഗിൾസും വരുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററലിന് ഇത്രയും പ്രത്യേകതകൾ വരുമ്പോൾ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? അവനെ സ്ക്വയർ അഥവാ സമചതുരം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പാരലലോഗ്രാം? പാരലലോഗ്രാം എന്ന് പറയുന്നതും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഒരു ചതുർഭുജമാണ്. കാരണം 4 വശങ്ങളും 4 കോണുകളും ഉണ്ട് അല്ലെ, 4 സൈഡ്സും 4 ആംഗിൾസും വരുന്ന ഒരു ഫിഗർ ആണ് പാരലലോഗ്രാം. പക്ഷേ അല്ലെ, നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററലിനെ എങ്ങനെ പാരലലോഗ്രാം എന്ന് വിളിക്കാം? ഇവരും പ്രത്യേകതകളുണ്ട് അല്ലെ. അതായത് എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. ആൻഡ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതായത് എതിർ കോണുകൾ തുല്യമായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആകുമ്പോൾ ഈ ഒരു ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? പാരലലോഗ്രാം, അതായത് സമാന്തരികങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുപോലെ ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും 4 ആംഗിൾസ് കോണുകളുമുള്ള ഏതൊരു ഫിഗറും ക്വാഡ്രിലാറ്ററൽ ആണ്. ഇവർക്ക് എല്ലാവർക്കും ഇതുപോലെ സ്പെഷ്യാലിറ്റീസ് എല്ലാം വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവരെ സ്പെഷ്യൽ പേരിട്ട് വിളിക്കുന്നു അല്ലെ. സ്ക്വയർ, റെക്റ്റാങ്കിൾ, ട്രപ്പീസിയം, റോംബസ്. ഓക്കെ, ഇനി നമ്മുടെ കഥാനായകനായ നമ്മുടെ ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. എന്താണ് നമ്മുടെ ട്രപ്പീസിയം അഥവാ ലംബകത്തിന്റെ പ്രത്യേകത നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ട്രപ്പീസിയം എന്ന് പറയുന്നത് നോക്കാം, പാരലലോഗ്രാം ആർ ക്വാഡ്രിലാറ്ററൽസ്. ഓക്കെ, പാരലലോഗ്രാം സമാന്തരികങ്ങൾ എന്ന് പറയുന്ന ഒരു ചതുർഭുജമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞതല്ലേ അല്ലെ. വിത്ത് ബോത്ത് പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതായത് പാരലലോഗ്രാമിന് 2 വശങ്ങൾ അല്ലെ, എതിരെ കിടക്കുന്ന 2 വശങ്ങളും പാരലൽ ആണ് അല്ലെ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, എതിർവശങ്ങൾ സമാന്തരങ്ങളാണ്. അതുപോലെ തന്നെ എ ക്വാഡ്രിലാറ്ററൽ ഇൻ വിച്ച് 1 pair of opposite sides are parallel. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായാലാണ് നമ്മൾ അവൻ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ട്രപ്പീസിയം അഥവാ ലംബകം. ഫോർ എക്സാമ്പിൾ ഈ ഒരു വശവും പാരലൽ ആണ്, സമാന്തര വശങ്ങളാണ്. ഓക്കെ ആണല്ലോ? ഇവർ രണ്ടുപേരും സമാന്തര വശങ്ങളാണോ? അല്ല, രണ്ടുപേരെ കാണുമ്പോൾ തന്നെ അറിയാം അവർ പാരലൽ അല്ല എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ 1 pair of opposite sides are parallel. ഒരു ജോഡി എതിർവശങ്ങളായിരിക്കും എന്ത്? സമാന്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ആ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പഠിച്ചു കഴിഞ്ഞല്ലോ. 1 pair of opposite sides are parallel. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായാൽ അതൊരു ട്രപ്പീസിയമായി. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് നോക്കാം. ഐസോസിലസ് ട്രപ്പീസിയം അല്ലെ, ട്രപ്പീസിയം എന്താന്ന് പഠിച്ചു? ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. നോക്കാം, ഈ ഒരു വരയും ഈ ഒരു വരയും അല്ലെ, ഈ വരയല്ല, ഈ 2 വശങ്ങളും എന്താണ്? പാരലൽ ആണ് അല്ലെ, സമാന്തര വശങ്ങളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? മറ്റൊരു പ്രത്യേകത ഉണ്ട്. ബേസ് ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം ആർ ഈക്വൽ. അതായത് ഇവന്റെ ബേസ് ആംഗിൾ, അതായത് ഈ താഴെ പാദകോൺ കണ്ടോ, ഇവർ രണ്ടുപേരും ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ തുല്യമായിരിക്കും. ഓക്കെ അല്ലേ? ഞാൻ എന്താ പേര് കൊടുക്കാം? A
ബി സി ഡി. അപ്പോൾ ബേസ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എയും അതുപോലെ തന്നെ ആംഗിൾ ബിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് സമാന്തര വശങ്ങൾ ഇവർ രണ്ടുപേരും ആണല്ലേ, സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അതായത് എ ഡി എന്ന് പറയുന്ന വശവും ബി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. സെറ്റ് ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയഗണൽസ് ഓഫ് എനി ഐസോസെലസ് ട്രപ്പീസിയംസ് ആർ ഈക്വൽ. അതായത് ഡയഗണൽസ് വികർണങ്ങൾ, എ സി എന്ന് പറയുന്ന വികർണവും ഡി ബി എന്ന് പറയുന്ന വികർണവും തുല്യമായിരിക്കും. അത് ഞാൻ എഴുതിയേക്കാം, എ സി ഈക്വൽ ടു ബി ഡി. 3 കാര്യങ്ങൾ പഠിച്ചോ? ഓക്കെ, അതായത് ഒരു ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായിരിക്കും, പാരലൽ ആയിരിക്കും. എന്തിന്റെ? ലംബകം, ട്രപ്പീസിയം. ഈ ട്രപ്പീസിയം എപ്പോഴാണ് ഐസോസെലസ് ട്രപ്പീസിയം ആവുന്നത്, സമപാർശ്വ ലംബകമാവുന്നത്? ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, പാരലൽ അല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, ആൻഡ് അവരുടെ വികർണങ്ങൾ തുല്യമായിരിക്കും. 3 ആളുകൾ ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ്? ഡയഗണൽസ് ഈക്വൽ ആണ്, സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ബേസ് ആംഗിൾസ് പാദകോണുകൾ തുല്യമാണ്. ഈ 3 പോയിന്റ്സും പഠിച്ചല്ലോ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിലെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. ഒരൊറ്റ പ്രൂഫ് ക്വസ്റ്റ്യനെ ഞാൻ എടുത്തിട്ടുള്ളൂ, അതിലെല്ലാ കാര്യങ്ങളും കണ്ടൻസ് എല്ലാം വരുന്നുണ്ട്. ഇതേ രീതിയിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ബാക്കി പ്രൂഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എന്താ ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേക്കാം. പിക്ചർ ഷോസ് ആൻഡ് ഐസോസെലസ് ട്രപ്പീസിയം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഐസോസെലസ് ട്രപ്പീസിയം ആണ്. നമ്മൾ ഇപ്പോൾ പഠിച്ചോളൂ അല്ലേ, സമപാർശ്വ ലംബകം. ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലേക്ക് വരണേ. ഇനി നമ്മളോട് വന്നിരിക്കുന്നത് മിഡ് പോയിന്റ് ഓഫ് one base joined to the end of the point on the base. അതായത് ഈ ഒരു ലൈൻ, ഈ ഒരു സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക്, ഈ സൈഡിന്റെ അല്ലെ, ഈ 2 പാരലൽ സൈഡ്സ് ആണ് അല്ലെ, 2 സമാന്തര വശങ്ങളാണ്. ഒരു സമാന്തര വശത്തിന്റെ മിഡ് പോയിന്റ് മധ്യബിന്ദുവിലേക്ക് ഈ 2 അറ്റത്തു നിന്നും, ഓക്കെ, ഈ 2 അറ്റത്തു നിന്നും ലൈൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് ആർ ഓഫ് ദി സെയിം ലെങ്ത്. ഈ 2 ലൈൻസും ഈ 2 പേരുടെയും ലെങ്ത് സെയിം ആണോ, തുല്യമാണോ ഇവരുടെ നീളം എന്ന് തെളിയിക്കണം. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്വാഭാവികമായി നമുക്ക് ഇവർക്ക് പേരുകൾ കൊടുത്തേക്കാം അല്ലേ. അപ്പോൾ നമുക്ക് പേരെല്ലാം കൊടുക്കാം. ഇതിൻ്റെ ഐഡിയ മിസ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ. ഓക്കെ അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ എന്ന് പറയുന്ന സൈഡും ബി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ടു പ്രൂവ് ദാറ്റ് നമുക്ക് തെളിയിക്കേണ്ടത്, പ്രൂവ് ദാറ്റ് എ എന്ന് പറയുന്ന വശവും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വശവും തുല്യമാണോ, ഇവർ ഈക്വൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഒന്നും പോയിട്ട് വരേണ്ട വരും. കാരണം വേറെ ഒന്നുമല്ല, സെക്കൻഡ് ചാപ്റ്ററിൽ 2 ട്രയാങ്കിൾസ്, 2 ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് തെളിയിക്കാനായിട്ട്, ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം പ്രൊസീജിയർ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന 2 വശങ്ങളും വരുന്ന 2 ട്രയാങ്കിൾസ് എടുക്കണം. അതായത് ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും എടുത്തു. ഓക്കെ അല്ലേ? ഈ 2 പേരും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, ഈക്വൽ ആയിട്ട് വരുന്ന കോണിന് ഓപ്പോസിറ്റ് വരുന്ന വശം തുല്യമായിരിക്കും അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലേക്കെല്ലാം വരാം. അപ്പോൾ 2 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. എ എന്ന് പറയുന്ന വശവും ബി എന്ന് പറയുന്ന വശവും തുല്യമാണോ എന്ന് തെളിയിക്കണം. ഈ 2 പേരും വരുന്ന 1 2 2 ട്രയാങ്കിൾസ് എടുത്തു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നു. കൺസിഡർ ട്രയാങ്കിൾ എ ഇ സി ആൻഡ് ട്രയാങ്കിൾ ബി ഇ ഡി. 2 ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെയോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടല്ലേ. നമുക്ക് നോക്കാം. ഇ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അതായത് ഈ ഒരു ട്രയാങ്കിളിലെ ഇ സി എന്ന് പറയുന്ന സൈഡും ഇ ഡി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. കാരണം സി മുതൽ ഡി വരെ 10 ഉണ്ടെങ്കിൽ ഇത് 5 ആയിരിക്കും. കാരണം ഇ എന്ന് പറയുന്നത് മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൈനിനെ തുല്യമായിട്ട് ഭാഗിക്കുന്നില്ലേ. അപ്പോൾ നമുക്ക് എഴുതാലോ, സി ഇ എന്ന് പറയുന്ന വശവും അതുപോലെ തന്നെ ആരാണ്, സി ഇ ആൻഡ് സി ഡി, സി ഡി അല്ല ഇ ഡി. ഓക്കെ, ഈ 2 പേരും ഈക്വൽ ആണ്. ഞാനിപ്പോൾ എഴുതാൻ പോകുന്നു, സി ഇ എന്ന് പറയുന്ന ആളും ഡി എന്ന് പറയുന്ന ആളും ഈക്വൽ ആണ്. കാരണം ഇ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദു ആണ്. ഈ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് സി ഡി എന്നൊക്കെ പറഞ്ഞാൽ ഇതാട്ടോ. ഞാനിപ്പോൾ ചുരുക്കി ജസ്റ്റ് ഈ മിഡ് പോയിന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. എ സിയും
ബി ഡിയും ഈക്വൽ ആണ്. കാരണം എന്താണെന്നായിരിക്കും, ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയമാണ്, സമപാർശ്വ ലംബകമാണ്. ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് അല്ലേ, എന്താണ്, പാരലൽ അല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പഠിച്ചു. ഓക്കെ അല്ലേ? ഞാൻ എഴുതാലോ, ഇതാ നോക്കുക, എ സി എന്ന് പറയുന്ന സൈഡും ബി ഡി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണ്. കാരണം അവർ നോൺ പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ റീസൺ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, നോൺ പാരലൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം ആർ ഈക്വൽ. ഓക്കെ, അതായത് സമപാർശ്വ ലംബകത്തിന്റെ സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ്. ഞാൻ ജസ്റ്റ് അവിടെ പോയിന്റ് മാത്രം നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നോൺ പാരലൽ സൈഡ്സ് ആണ്, സോ അവർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാ രണ്ട് വശങ്ങൾ തുല്യമായിട്ട് വന്നു, 1 2 അല്ലേ? അതായത് രണ്ട് ട്രയാങ്കിൾസ് എടുത്തതിൽ രണ്ടുപേരുടെയും രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വന്നു. ഇനി ഐസോസിലസ് ട്രപ്പീസിയത്തിന്റെ മൂന്നാമത്തെ പോയിന്റ് എന്താ പഠിച്ചത്, ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ, ഇവരുടെ പാദകോണുകൾ തുല്യമാണെന്ന് പഠിച്ചു. അതായത് ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്, കാരണം അവർ ബേസ് ആംഗിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇവിടേക്ക് നോക്കിക്കേ, ദാ ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ്, ഈ ഒരു വശവും ഈ ഒരു വശവും ഈക്വൽ ആണ്. അതായത് രണ്ട് സൈഡും അവർക്ക് ഇടയിലുള്ള ആംഗിൾ എന്തിനോട് ഈക്വൽ ആണ്, ഈ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡും അവർക്ക് ഇടയിലുള്ള ആംഗിളിനോട് ഈക്വൽ ആണ് അല്ലെ, ആംഗിളും ഈക്വൽ ആണ്. അതായത് നമ്മൾ സൈഡ് ആംഗിൾ സൈഡ് അല്ലെ, കോൺ വശം, ഒരു വശമുണ്ട്, അതിനിടയിൽ രണ്ട് വശങ്ങൾക്കിടയിൽ വരുന്ന കോൺ എന്തിനോട് ഈക്വൽ ആണ്, ഇവനോടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ എ ഇ സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്താലും ബി ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താലും രണ്ട് ട്രയാങ്കിൾസിൻ്റെയും രണ്ട് വശങ്ങൾ, ടു സൈഡ്സും അവർക്ക് ഇടയിലുള്ള ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. സോ രണ്ടുപേരും SAS തിയറി പ്രകാരം എന്താന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? SAS സൈഡ് ആംഗിൾ സൈഡ്, സൈഡ് ആംഗിൾ സൈഡ്. ഓക്കെ ആണല്ലോ? സൈഡ് ആംഗിൾ സൈഡ്. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസും SAS വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പറ്റി. ക്ലിയർ ആണല്ലോ? ഇതേ സെക്കൻഡ് ചാപ്റ്റർ കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ, പ്രൂഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുത്താലേ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നു ബൈ SAS. ഇത് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം, ഞാനിപ്പോൾ ജസ്റ്റ് SAS എന്ന് കൊടുക്കുന്നുള്ളൂ. SAS ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ബോത്ത് ആർ ഈക്വൽ ട്രയാങ്കിൾസ്, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ബോത്ത് ആർ ഈക്വൽ ട്രയാങ്കിൾസ്, രണ്ടുപേരും ഈക്വൽ ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ദാറ്റ് ഈസ് നമുക്ക് ട്രയാങ്കിൾ എ ഇ സി എന്ന് പറയുന്ന ആളും, ഇത് വീണ്ടും എഴുതണമെന്നില്ല കേട്ടോ, ട്രയാങ്കിൾ ബി ഇ ഡി എന്ന് പറയുന്ന ആളും ഈക്വൽ ആണെന്ന് എഴുതി. ഇനി ഈക്വൽ ആയിട്ട് വരുന്ന കോണിന് എതിരെ വരുന്ന വശങ്ങളും തുല്യമാണ്. അതായത് നമ്മളിവിടെ കണ്ടുപിടിച്ചു സി എന്ന് പറയുന്ന ആംഗിളും ഡി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. ഞാൻ എഴുതാൻ പോകുന്നു, ആംഗിൾ സിയും ആംഗിൾ ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും തുല്യ ത്രികോണങ്ങളാണ്, തുല്യമായി വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളും തുല്യമായിരിക്കും. അതായത് ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന എ ഇ, അതുപോലെ തന്നെ ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ബി ഇ ഓൾസോ ഈക്വൽ ആയിരിക്കും. ഇതല്ലേ നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്, എ ഇയും ബി ഇയും ഈക്വൽ ആണോന്ന്. അതെ, ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണല്ലോ? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഈക്വൽ ആംഗിൾസ്. ഓക്കെ ആണല്ലോ? തുല്യമായി വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങളും തുല്യം എന്ന് പറഞ്ഞ് എഴുതുക. ദാ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഈക്വൽ ആംഗിൾസ്, തുല്യമായി വരുന്ന കോണുകൾക്ക് എതിരെ വരുന്ന വശം തുല്യമായിരിക്കും. നിങ്ങൾക്ക് ഓൺവേർഡ്സിൽ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, മീനിങ് കറക്റ്റായിട്ട് വന്നാൽ മതി. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോടാ? വളരെ സിമ്പിൾ പ്രൂഫ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇനി ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി പ്രൂഫ് ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ കഴിഞ്ഞു. നമുക്ക് പ്രൂഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ട്. പ്രൂഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മിസ് എങ്ങനെ മനസ്സിലാവും ചോദിച്ചു കഴിഞ്ഞാൽ, മിസ് പഠിപ്പിച്ച ഈ ഒരു 4 പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലേ? എന്താണ്? 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാണ്. ഇനി അതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആയാൽ, അതായത് സമപാർശ്വ ലംബകമായി കഴിഞ്ഞാൽ
പാദകോണുകൾ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. ഡയഗണൽസ് വികർണങ്ങൾ തുല്യമാണ്. സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ 3 കാര്യങ്ങളായിരിക്കും നമുക്ക് പ്രൂഫിൽ വരാൻ പോകുന്നത്. പിന്നെ ഈക്വൽ ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസും വരുന്നുണ്ട്, തുല്യ ത്രികോണങ്ങൾ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പ്രൂഫ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായി തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കത്തില്ലേ? നമുക്കൊന്ന് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാലോ, അല്ലെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം. ഒരു ലംബകത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ. അതെല്ലാം സെന്റൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇക്വേഷനിലേക്ക് അവനെ കൺവേർട്ട് ചെയ്യാം കേട്ടോ. Area of trapezium is the half the product of the sum of the length of the parallel sides and the distance between them. അതായത് എന്തിൻ്റെയോ ഹാഫ് പകുതിയാണല്ലേ. അപ്പോൾ ഇതാ നോക്കാം, ഏരിയ എന്ന് പറയുന്നത് എന്തിൻ്റെയോ പകുതിയാണ്. എന്തിൻ്റെ? ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി സം ഓഫ് ദി ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ്. അതായത് ഈ 2 സമാന്തര വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരാൾക്ക് എ എന്നും ഒരാൾക്ക് ബി എന്നും കൊടുത്തു. തിരിച്ചു കൊടുത്താലും കുഴപ്പമില്ല. താഴെ എ എന്നും മേളിൽ ബി എന്ന് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റ്, അതായത് ഇവരുടെ സമ്മിൻ്റെ പ്രൊഡക്റ്റ്, അതായത് നോക്കുക, ഇവരുടെ സം എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ചെയ്യണം അല്ലേ. എ പ്ലസ് ബി ആൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇവർ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഹൈറ്റ് ആണ് ഇൻറ്റു എച്ച്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതൊന്ന് സെൻറ്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അതായത് പാരലൽ സൈഡ്സ് തമ്മിൽ കൂട്ടിയിട്ട് അല്ലെ, സമാന്തര വശങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട് ഹൈറ്റ് കൊണ്ട്, ഉയരം കൊണ്ട് ഗുണിക്കുക. ഉയരം എന്ന് പറയുന്നത് ഇവരുടെ വ്യത്യാസം, വ്യത്യാസമല്ല കേട്ടോ, ഡിസ്റ്റൻസ്, അകലം. ആ ഒരു അകലം തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അവന്റെ പകുതി എടുക്കുക. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് പാരലൽ സൈഡ്, സമാന്തര വശങ്ങൾ എ എന്നും ബി എന്നും കൊടുത്തു. അവരെ തമ്മിൽ സം ചെയ്യുക, കൂട്ടുക. അതെ, എ പ്ലസ് ബി, അവരെ കൂട്ടി. ഇനി എന്തുകൊണ്ട് ഇൻഡു ചെയ്യണം? ഇവർ തമ്മിലുള്ള അകലം, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ ഹൈറ്റ് അല്ലെ, ഉയരമായിട്ട് എടുത്തു. ഇൻറ്റു എച്ച്, എന്നിട്ട് അവന്റെ പകുതി ഹാഫ് എടുക്കുക. അതാണ് ഇവിടെ ഹാഫ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ വന്നത് മനസ്സിലായോ? ഹാഫ് എ പ്ലസ് ബി ഇൻറ്റു എച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചൂടോടെ 2 ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്താലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. 2 ട്രപ്പീസിയം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രപ്പീസിയത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. മക്കളെ നോക്കി വെച്ചോളൂ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണ് അല്ലെ, 2 സെൻറ്റിമീറ്റർ. അതായത് ഈ 2 സമാന്തര വശങ്ങൾ തമ്മിലുള്ള അകലം നമുക്ക് തന്നിരിക്കുന്നു 2 സെൻറ്റിമീറ്റർ. ഇനി എ എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ എടുത്തു. ബി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ എടുത്തു. തിരിച്ചു കൊടുക്കാം കേട്ടോ. എയും ബിയും ഇപ്പൊ തിരിഞ്ഞു പോയാലും നോ പ്രോബ്ലം. നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 2 ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് 3 പ്ലസ് 5. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 5 എത്രയാണ്? 8. നേരെ 2ഉം 2ഉം കട്ട് ചെയ്ത് പോയി. ആൻസർ ഈസ് 8 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏരിയ പരപ്പളവാണ്. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ മസ്റ്റ് ആയിട്ട് അവരുടെ യൂണിറ്റ് എഴുതിയിരിക്കണം. സിമ്പിൾ അല്ലേ? ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്താലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതോടെ കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. നമുക്ക് പ്രോബ്ലം, പ്രൂഫ് ക്വസ്റ്റ്യൻ നിന്ന് സൈഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. പ്രൂഫ് ക്വസ്റ്റ്യൻ ഒരെണ്ണം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പ്രൂഫ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനാണ്, അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യുക, നേരെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഏരിയയുടെ ഇക്വേഷൻ ഇവനാണ്. എന്തായാലും പഠിച്ചോളൂ, ഉറപ്പായും ചോദ്യപേപ്പറിൽ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇവനോടുകൂടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിക്കുന്നതാണ്. ആൻഡ് ഇവൻ്റെ ഇതേ ചാപ്റ്ററിനെ വരക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് അശ്വതി മിസ് അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? യെസ്, അഗെയിൻ 3 സെൻറ്റിമീറ്റർ. ബി എന്ന് പറയുന്നത് അഗെയിൻ 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇവർ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊരു സൈഡ് തന്നെയാണ്, പക്ഷെ ഇവിടെ അകലം അഥവാ 90 ഡിഗ്രിയിലാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുന്നത്. ഓൾറെഡി തന്നിട്ടുണ്ട് 2 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ കണ്ടുപിടിക്കാലോ. എന്താണ് ഏരിയയുടെ ഇക്വേഷൻ? പരപ്പളവ് ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. അതായത് ഹാഫ് ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? ബിയും എച്ച് ഒരേപോലെ ഉണ്ടല്ലേ. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് 2 ഇൻറ്റു എ പ്ലസ് ബി 3 പ്ലസ് 5. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 2 ഇൻറ്റു 3 പ്ലസ് 5 8. ഇതിൻ്റെ ഉത്തരം ഞാനിനി എഴുതുന്നില്ല, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സിമ്പിൾ ഉത്തരമല്ലേ,
ഇപ്പോൾ തന്നെ വേഗം കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചത്? ട്രപ്പീസിയം എന്താണെന്ന് പഠിച്ചു. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. പിന്നെ എന്താണ് ഐസോസിലസ് ട്രപ്പീസിയം, സമപാർശ്വലംബകം എന്ന് പറയുന്നത്? ഡയഗണൽസ് ഈക്വൽ ആണ് അല്ലെ, അതായത് വികർണങ്ങൾ തുല്യമാണ്. താഴെ വരുന്ന ബേസ് കോൺ അല്ലെ, സോറി ബേസ് ആംഗിൾ, പാദകോൺ, ഓക്കെ രണ്ടും മിക്സ് ആയി പോയി. ഓക്കെ, ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. പാരലൽ അല്ലാത്ത വശങ്ങൾ, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ്. 3 പോയിന്റ്സ് അവിടെ പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് ഏരിയയുടെ ഇക്വേഷൻ അല്ലെ, ഏരിയ പരപ്പളവ് ½ a+b. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. പ്രൂഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഏരിയയുടെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. ഇനിയും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് വരക്കുന്നത് മിസ് പറഞ്ഞതുപോലെ അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി അടുത്ത ചാപ്റ്റർ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ, താങ്ക് യു.